കൂട്ടുകാരെ, ഞാനൊരു സാധാരണക്കാരിയായിട്ട് നാട്ടിൽ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നല്ലോ, ഒരു സ്ത്രീയുടെ വയറ്റിൽ എക്സ്റേ എടുത്തപ്പോൾ ഒരു കത്രിക കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡോക്ടറോട് ചാനലുകാർ ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയുന്നൊരു ഇതുണ്ട്, എത്ര വർഷം വേണമെങ്കിലും ആ കത്രിക ആ സ്ത്രീയുടെ വയറ്റിൽ ഇരുന്നാലും കുഴപ്പമില്ല, അത് സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് പറഞ്ഞു. എന്ത് ലാഘവത്തോടു കൂടിയാണ് പറയണേ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊന്ന്, നമ്മൾ പ്രതികരിക്കുന്നതുകൊണ്ട് ഒന്നും കിട്ടിയിട്ടല്ല, എങ്കിലും എനിക്ക് മനസ്സിനൊരു വിഷമം തോന്നി. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഘോരം പ്രസംഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ഈ 5 വർഷം ആ ചേച്ചി അനുഭവിച്ച വേദന ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും കാര്യമായിട്ട് ഒത്തിരി സംഘടനകളുണ്ടായിട്ട് ഒരു സംഘടനക്കാരോ ഒരു മനുഷ്യർ, അത് പുള്ളിക്കാരി ഒരു സാധാരണക്കാരി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, സെലിബ്രിറ്റി അല്ലാത്തതുകൊണ്ടായിരിക്കും, ആരും മുന്നോട്ട് വന്നില്ല. പക്ഷേ എനിക്ക് പ്രതികരിക്കണം തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. ആ ഡോക്ടർ ഒരു മനുഷ്യൻ്റെ ജീവന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് സംസാരിക്കാനായിട്ട്. സിസ്റ്റത്തിൻ്റെ തകരാറാണ്. ഓപ്പറേഷൻ ചെയ്ത് ആ സാധനം വയറ്റിൻ്റെ ഉള്ളിൽ, അത് അവർ നേരത്തെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ആർന്നെങ്കിലും ഒന്ന്, അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ 5 വർഷം ആ മെറ്റൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ സാധനം തുരുമ്പിടിച്ച് ആ സ്ത്രീ മരിച്ചു പോയായിരുന്നെങ്കിൽ അതിൻ്റെ കുടുംബത്തിന് നഷ്ടം പെടും. അപ്പം ആ ഡോക്ടർ ഒരു മനുഷ്യ ജീവനോട് ഒരു വിലയില്ലാത്ത രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അവർ പ്രാക്ടീസ് ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും രോഗികളോട് പെരുമാറിക്കൊണ്ടിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതിനു വേണ്ടിയിട്ട് പ്രതികരിക്കാൻ ഒരു സ്ത്രീകൾ മുന്നോട്ട് വന്നില്ല. അപ്പം അത് കണ്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഈ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കാൻ ഒരുപാട് സംഘടനകൾ നിലനിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യം, സാധാരണക്കാർക്കൊരു പ്രശ്നം വരുമ്പോഴും സ്ത്രീകൾ പ്രതികരിക്കാൻ ഉണ്ടാവണം. അതെനിക്ക് പറയാനുള്ളത്. എന്നെ എല്ലാവരും പൊങ്കാല ഇടരുത്.